ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്കേർട്ട് മോഡൽ അംബ്രല്ല കട്ട് പലാസോ പാൻറ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു പലാസോ പാൻറ് നല്ല ഫ്ലെയറിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടാൽ ഒരു ചോളി ലുക്കുണ്ട്. കണ്ടല്ലോ, നല്ല ഫ്ലെയറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അംബ്രല്ല കട്ടിങ്ങിലുള്ള പലാസോ പാൻറ് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. കട്ടിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പലാസോ പാൻറ് കട്ട് ചെയ്യാൻ സാറ്റിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. 2.5 മീറ്റർ ക്ലോത്താണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അത് 2 ഫോൾഡറായി ആദ്യം മടക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു കോൺ ഷേപ്പിൽ മടക്കുക. കണ്ടല്ലോ, ഇതുപോലെ മടക്കി വെക്കുക. കണ്ടല്ലോ, കോൺ ഷേപ്പിൽ മടക്കി വെച്ചു. അപ്പം ഇത് മൊത്തത്തിൽ 4 ഫോൾഡറായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഏപ്പ് വെക്കാനുണ്ട്. കണ്ടല്ലോ, താഴെ ഭാഗത്ത് ഒരു ഏപ്പ് വെക്കാനുണ്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിലേക്ക് 2-3 ഇഞ്ചൊക്കെ ആഡ് ചെയ്ത് വരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ഏറിയാലും കുഴപ്പമില്ല, കാരണം നമുക്ക് അലാസ്റ്റിക്കാണ് വെക്കാനുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് അലാസ്റ്റിക് വെക്കാനുള്ളത് കൊണ്ട് ഞാൻ ഒരു 11 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി ഏറ്റവും മുകളിൽ നിന്നും ആ ഒരു 11 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി ഇങ്ങനെ ചുറ്റിലും അപ്പം ഏറ്റവും മുകളിലുള്ള ആ കോർണറിൽ നിന്നും 11 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി വരയ്ക്കുക. ഇതാണ് നമ്മുടെ ഹിപ്പ് റൗണ്ട്. ഇപ്പം നമ്മൾ അടയാളപ്പെടുത്തിയ ഈ ഒരു ലൈനിൽ നിന്ന് വേണം നമ്മുടെ പലാസോ പാൻറിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്താൻ. നമ്മുടെ പലാസോ പാൻറിൻ്റെ ലെങ്ത്ത് 40 ആണ്. അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ച് വേണം ഈ ഒരു ലെങ്ത്ത് അടയാളപ്പെടുത്താൻ. അപ്പോൾ ഞാൻ 38 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. 2 ഇഞ്ച് കുറച്ചത് നമുക്ക് ബാൻഡ് വെക്കാനുണ്ട്. മുകളിൽ ഇലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുള്ള ബാൻഡ് വെക്കാനുണ്ട്. അതുകൊണ്ടാണ് 2 ഇഞ്ച് കുറച്ചത്. അപ്പോൾ നമ്മുടെ 38 ഇഞ്ച് എല്ലാ ഭാഗത്തും അടയാളപ്പെടുത്തി. ഇനി അതൊന്ന് കട്ട് ചെയ്യാം. അപ്പം കണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് ഒരു പീസ് വെക്കാനുണ്ട്. ഇനി അതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അംബ്രല്ല കട്ടിങ്ങിൽ ചെയ്യുമ്പം ഇങ്ങനെ ഒരു പീസ് ലെങ്ത്ത് നമുക്ക് എടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഒരു പീസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് ആ ഒരു എഡ്ജിലേക്ക് കയറ്റി വെച്ച് മുകളിലത്തെ പീസ് നേരെ വെച്ചതിന് ശേഷം ആ ഒരു അളവിൽ ഇത് കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പീസിൽ നിന്നാണ് ഈ ഒരു കട്ട് പീസ് നമുക്ക് കിട്ടുന്നത്. കണ്ടല്ലോ, ഇതുപോലെ വെച്ചതിന് ശേഷം മുകളിലത്തെ പീസ് നേരെ വെച്ച് അതിനനുസരിച്ച് വരച്ച് കട്ട് ചെയ്യാം. കണ്ടല്ലോ, ഇതുപോലെ കട്ട് ചെയ്തു. ഇനി ഈ ഒരു സൈഡ് ഭാഗവും ഇതുപോലെ ആ ഫോൾഡിങ് വന്ന ഭാഗം കട്ട് ചെയ്യാം. ഇനി നമുക്ക് ആ ഒരു ക്രോച്ച് ഏരിയ കട്ട് ചെയ്യാനുണ്ട്. നമ്മളെ പാൻറിൻ്റെ ക്രോച്ച് ഏരിയ അത് ഈ ഭാഗത്ത് നിന്നും താഴേക്ക് 12 അടയാളപ്പെടുത്തുക. 12 അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു കർവ് വരച്ച് അതൊന്ന് കട്ട് ചെയ്യാം. ക്രോച്ച് ഏരിയയുടെ ഭാഗത്ത് ആ കർവ് വരക്കുന്ന ഭാഗത്ത് 2 ഇഞ്ച് വിട്ടെടുക്കണം. കണ്ടല്ലോ, ആ 12 അടയാളപ്പെടുത്തിയ ഭാഗത്ത് 2 ഇഞ്ച് വിട്ടെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ കട്ട് ചെയ്തു. ഇനി ഈ ക്രോച്ച് ഏരിയ രണ്ടും സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കാണാം.
അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഇവിടെ കാണിക്കുന്നില്ല. സ്റ്റിച്ച് ചെയ്ത് ഓരോ പീസും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അംബ്രല്ല കട്ടിങ് പലാസോ പാൻറ്റിൻ്റെ കട്ടിങ് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കണ്ടല്ലോ, നമ്മുടെ ക്രോച്ച് ഏരിയ 2 ഭാഗവും അറ്റാച്ച് ചെയ്തു. കണ്ടല്ലോ, സ്റ്റിച്ചിങ് ഇവിടെ കാണിക്കുന്നില്ല. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് ബാൻഡ് എടുക്കുക. ബാൻഡ് ഞാനിവിടെ 4 ഇഞ്ച് ബാൻഡാണ് വിടുത്തെടുത്തിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ ഹിപ്പ് റൗണ്ട് ആ ഒരു സ്കേർട്ടിൻ്റെ അതേ അളവിൽ തന്നെ എടുക്കുക. കണ്ടല്ലോ, സ്കേർട്ടിൻ്റെ അതേ അളവിൽ എടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം താഴെയായിട്ട് ആ ഒരു പീസ് വെക്കാനുണ്ടല്ലോ, പീസ് നമ്മൾ കട്ട് ചെയ്തല്ലോ, അത് ഇതുപോലെ നല്ല ഭാഗവും ചേർത്ത് വെച്ച് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം താഴെ എഡ്ജ് മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഇനി സാധാരണ നമ്മൾ ചെയ്യാവുന്നത് പോലെ തന്നെ പാൻറ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നു അതുപോലെ തന്നെ ഫുൾ അറ്റാച്ച് ചെയ്ത് ബാൻഡ് അറ്റാച്ച് ചെയ്ത് സൈഡൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എലാസ്റ്റിക്കൊക്കെ ഇട്ട് എടുക്കാം. അപ്പോൾ ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. സാധാരണ ചെയ്യാവുന്നത് പോലെ തന്നെ അതിൻ്റെ എഡ്ജ് മടക്കി ക്രോച്ച് ഏരിയ തമ്മിൽ ഒപ്പം വെച്ചതിന് ശേഷം ഫുൾ അറ്റാച്ച് ചെയ്യുക. അപ്പം ഏതൊരാൾക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതൊരു കസ്റ്റമറിന് ചെയ്ത് കൊടുക്കുന്ന പാൻറ്റാണ്. ഇത് സറാറ ഡ്രസ്സിലേക്ക് സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണാം. കണ്ടല്ലോ, എലാസ്റ്റിക് നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിൽ നിന്നും 3 ഇഞ്ച് കുറച്ച് വേണം എലാസ്റ്റിക് എടുക്കാൻ. എന്നിട്ട് എലാസ്റ്റിക് സാധാരണ ഇടുന്നത് പോലെ ചെയ്യുക. അപ്പോൾ നമ്മുടെ പാൻറ്റ് ഇവിടെ പലാസോ പാൻറ്റ് ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല പ്ലെയറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാൻറ്റ് ഇട്ടാൽ നമ്മൾക്ക് ഒരു ചോളി ഇട്ടൊരു ലുക്കാണ് കിട്ടുക. നല്ല അടിപൊളിയായി വരും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.